ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും ഇന്നത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അനുമതം ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുതലുള്ള കഥയെന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. കാരണം ഗംഗാധരൻ അല്ലെങ്കിൽ വൈജിയുടെ മൂത്ത സഹോദരനായ ഗംഗാധരൻ മടങ്ങിയെത്തുകയാണ്. അല്ലെങ്കിൽ ചില സത്യങ്ങൾ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ സത്യങ്ങൾ ഇനിയും പ്രശ്നങ്ങൾ വഷളാക്കാതിരിക്കുവാൻ വേണ്ടി രാജീവിനെയും ശിവനെയും അറിയിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷം വളരെ ഡിലേ ആണ് എങ്കിലും നമ്മൾ പ്രമോ വിശേഷത്തിൽ കാണുന്നത് ഗംഗാധരൻ വന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും ഇതിനിടയിൽ ഗംഗാധരൻ പറയുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രൻ ചില സത്യങ്ങൾ ശിവന്റെയും രാജീവിന്റെയും മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. അതിനു മുൻപിൽ പകച്ചു നിൽക്കുന്ന ശിവനെയും രാജീവിനെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് മനു തന്റെ അച്ഛനെയും കൊച്ചനെയും വെല്ലുവിളിച്ച് ഇന്ന് രാത്രി തന്നെ അലീനയെ ഞങ്ങൾ കണ്ടെത്തും, അതിന്റെ പിന്നിൽ ആരൊക്കെയായാലും അവരെ ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരും, അതൊരിക്കലും അച്ഛനും കൊച്ചനും ആകാതിരിക്കട്ടെ, അങ്ങനെയായാൽ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതും അപ്പുറമായിരിക്കുമെന്ന് പറഞ്ഞൊരു ഭീഷണിയും ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ട് മനു അലീനയെ തന്നെ അന്വേഷിച്ച് ഇറങ്ങിയാട്ടോ. ഈ സമയത്താണ് അതിനുശേഷമാണ് ഗംഗാധരന്റെ ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോളിലൂടെ തന്നെ അവർക്ക് വളരെ ഭയം മനസ്സിൽ തട്ടുന്നുണ്ട്. കാരണം ഗംഗാധരൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ ഇപ്പൊ അറിയുന്നില്ല, പക്ഷെങ്കിൽ അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. അത് വലിയ സർവനാശത്തിലേക്കായിരിക്കും പോകുന്നതെന്നും നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് അവിടെ നിർത്തിക്കോ, ഞാൻ വന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാമെന്ന് ഒരു ഉപദേശവും ഒരു നിർദ്ദേശവും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ ശിവനും രാജീവനും വലിയ ഭയം ഉണ്ടാകുന്നുണ്ട്. തങ്ങൾ ചെയ്തത് തെറ്റാണോ, അല്ലെങ്കിൽ തങ്ങൾ ചെയ്തത് എന്തെങ്കിലും ഭാഗപ്പെടോ സംഭവിച്ചോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ. അതിനുശേഷം കാണുന്ന ബാലചന്ദ്രൻ കൃഷ്ണബോളും ഒരു ഭാഗത്തൂടെ അലീനെ അന്വേഷിച്ച് യാത്ര തിരിക്കുന്നു, മറുഭാഗത്ത് മനുവും ഒറ്റയ്ക്ക് ഒരു അന്വേഷണം നടത്തുകയാണ്. പക്ഷേ പരസ്പരം രണ്ടുപേരും ഫോൺ കോളിലൂടെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും അലീനയെ കണ്ടെത്തുവാൻ കഴിയാതെ വളരെ ടെൻഷൻ അടിച്ചത് യാത്ര ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ രാത്രി ഒരുപാടായി, ഈ സമയത്തും അലീനയെ കണ്ടെത്തുന്നില്ല. ഇതിനിടയിൽ ഗംഗാധരൻ ഹോസ്പിറ്റലിൽ എത്തുകയും ഈ രാജീവനും ശിവനുമായിട്ട് സംസാരിക്കുകയും വളരെ ദേഷ്യത്തോടെ കൂടി രാജീവിനോടും ശിവനോടും ഗംഗാധരൻ ഇടപെടുകയാണ്, അല്ലെങ്കിൽ സംസാരിക്കുകയാണോ, നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ ബാലചന്ദ്രനെ ഫോൺ ചെയ്ത് തിരിച്ചു വിളിക്കുകയും അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ബാലചന്ദ്രൻ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ഗംഗാധരനോടും അതുപോലെ ശിവനോടുമായിട്ട് പറയുകയുണ്ട്. ഈ സമയത്ത് വൈജിയുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പറയുകയും ഇത് കേട്ട് എല്ലാവരും സ്തംഭിച്ചു പോയ ഗംഗാധരനൊഴികെ ബാക്കി എല്ലാവരും സ്തംഭിച്ചു പോകുന്ന ചില ഭാഗമുണ്ട് കേട്ടോ. അങ്ങനെ ആ സംസാരത്തിനിടയ്ക്ക് ബാലചന്ദ്രൻ ആ വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രം തന്റെ സഹോദരന്മാരോട് പറയും, ശിവനോടും രാജീവിനോടും ഗംഗാധരനോടുമായിട്ട് പറയാം. പക്ഷെ ഗംഗാധരൻ ഇതൊന്നും കേട്ടിട്ട് ഒരു വലിയ അത്ഭുതമായി തോന്നാതെ, മുൻപ് അറിഞ്ഞതുകൊണ്ട് തന്നെ അത്ഭുതമായിട്ട് തോന്നാതെ നിൽക്കുകയും വൈജിയുടെ പൂർവ്വകാല ചരിത്രവും തനിക്കൊരു കുഞ്ഞുണ്ടായ ചരിത്രവും പറയുന്നത് കേട്ട് സ്തംഭിച്ചു നിൽക്കുന്ന ശിവനെയും രാജീവിനെയൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്നത് വളരെ ദേഷ്യത്തോടു കൂടി ചില സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചില സത്യങ്ങൾ മാത്രം ബാലചന്ദ്രൻ പറയുന്നു. സത്യത്തിൽ അലീനയാണ് ആ വൈജ ഉപേക്ഷിച്ച കുഞ്ഞെന്ന് വെളിപ്പെടുത്താതെ ദേഷ്യത്തോടു കൂടി അലീനയെ അന്വേഷിച്ചു പോകുന്ന ബാലചന്ദ്രനെയാണ് കാണുന്നത്. അതിനുശേഷം സ്തംഭിച്ചു നിൽക്കുന്ന രാജീവും ശിവനും കൂടെ തന്റെ ഏട്ടനായ ഗംഗാധരനോട് ചോദിക്കുകയാണ്, ഏട്ടാ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, അവൻ എങ്ങനെയാണ് ഈ സത്യങ്ങൾ മനസ്സിലാക്കിയത്, കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഇത് മുന്നേ ഞാൻ അറിഞ്ഞതാണ് എന്ന് അവരോട് പറയുക കേട്ടോ. അങ്ങനെ തന്റെ ചേട്ടൻ നിന്ന് കേട്ട സത്യം കേട്ട് ഞെട്ടലോടുകൂടി നിൽക്കുന്ന ശിവന്റെയും രാജീവിന്റെയും തലയിൽ വീണ്ടും വെള്ളിടി പോലെ മറ്റൊരു സത്യം ഗംഗാധരൻ പറയുകട്ടോ. അവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തു എന്നറിയത്തില്ല, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അലീനെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ബാലചന്ദ്രന്റെ മോളല്ല, മറിച്ച് നമ്മുടെ സഹോദരിയുടെ വൈജിയുടെ മോളാണ്. 22 വർഷത്തിനു മുമ്പ് പ്രസവിച്ച് ഉപേക്ഷിച്ച വൈജിയുടെ മോളാണ് ഈ അലീനയെന്നും ആ സത്യം ഗംഗാധരനും എനിക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണെന്നും പറയുമ്പോൾ അതൊരു ഞടുക്കത്തോടു കൂടി മാത്രം കേട്ടു നിൽക്കുകയും എന്നിട്ട് ഗംഗാധരൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ അലീനെ എന്താണ് ചെയ്തത്, അത് പറ, അവിടെ എവിടെയാണ് നിങ്ങൾ കൊണ്ടുപോയത്, നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിച്ചോ, അവിടെ കൊന്നോ, ആ സത്യം പറ. എങ്ങനെയാണെങ്കിലും അലീനയെ മടക്കിക്കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബം നാമാവിശേഷമാകും, അത് തകർത്ത് കളയുമെന്ന് ഒരു മുന്നറിയിപ്പും കൂടെ ഗംഗാധരൻ കൊടുക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ.
അതേസമയം മറുഭാഗത്ത് നമ്മുടെ മനു അലീനയ്ക്ക് വേണ്ടി വളരെ ടെൻഷൻ അടിച്ച് അന്വേഷണം നടത്തുകയും അങ്ങനെ ഒടുവിൽ അലീനയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഗോഡൌണിന്റെ മുൻപിലെത്തുകയും അങ്ങനെ അലീനയുടെ ശബ്ദം ആ മുറിയിൽ നിന്ന് കേൾക്കുകയും അങ്ങനെ ആ മുറിയുടെ വാതിക്കൽ അല്ലെങ്കിൽ ജനാലയ്ക്കൽ വന്ന് അലീനയെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമാകുന്ന ഒരു ഭാഗത്തോടു കൂടിയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീണ്ടും നാളത്തെ പ്രമോ ശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.